യഥാർത്ഥ സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നോവൽ രചിച്ചിട്ടുള്ളത്. ആ നോവലിനെ പിന്നെ എസൻസ് ഒട്ടും ചോരാതെ തന്നെയാണ് ഇത് സിനിമയായി ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രസീലിൻ്റെ മറ്റൊരു മുഖമാണ് ഈ സിനിമ വഴി കാണിക്കുന്നത്. അവിടെ ഫുട്ബോൾ മാത്രമല്ല ലഹരി, അവിടെ മയക്കുമരുന്ന് ലഹരിയാണ്, ഗ്യാങ് വാർ ലഹരിയാണ്, ആയുധ കച്ചവടം ലഹരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, ചേരികളിൽ ഉണ്ടാകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ചേരികൾ ഉണ്ടാകുന്നതും ചേരികൾ ഇത്ര അധപ്പതിക്കുന്നതും അവിടുത്തെ ജനങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്താണ്, അവിടെ ഇത്ര അരാജകത്വം വരുന്നത് എന്താണ്? ഇതൊക്കെയാണ് സംവിധായകൻ ഈ സിനിമ വഴി പറയുന്നത്. ഈ സിറ്റി ഓഫ് ഗോഡിൻ്റെ എഴുത്തുകാരനായ പൗലോ ലിൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രസീൽ എന്ന് പറയുന്നത് ഒരു റേസിസ്റ്റ് കൺട്രിയാണ്. പക്ഷെ അത് അവരൊരിക്കലും സമ്മതിക്കില്ല. അവർ കറുത്തവനെയും വെളുത്തവനെയും രണ്ട് തട്ടിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ പറയുമ്പോൾ ഞങ്ങൾ റേസിസ്റ്റ് കൺട്രി അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ പ്രവൃത്തികൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർഗത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവരെല്ലാം ഇതുപോലുള്ള ചേരിയിലേക്ക് വരികയും ഭരണാധികാരികൾ അവരെ ശ്രദ്ധിക്കാതെ വരികയും അവിടെ ഇത്തരം അരാജകത്വം ഉടലെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. സിനിമയുടെ